ഹായ് ഓൾ, ഇന്ന് റണ്ണിങ് ഫാബ്രിക്സ് ആണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ഫാബ്രിക്സും അതുപോലെ തന്നെ മൽമൽ ചന്തേരിയിൽ പുതിയ 2 ഡിസൈൻസ് നമുക്ക് വന്നിട്ടുണ്ട്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നേക്കുന്നത്. മിസ്സാകേണ്ട ബഡ്ജറ്റ് റേഞ്ചിലുമാണ് എല്ലാ ഐറ്റംസും വന്നേക്കുന്നത്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് MC റോഡിൽ മൂവാറ്റുപുഴയാണ് ഉള്ളത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യാം. അടിപൊളി കളക്ഷൻസ് ഷോപ്പിലും ഉണ്ട്. മൂവാറ്റുപുഴ MC റോഡിലാണ് ഷോപ്പ് വരുന്നത് കേട്ടോ. ഐസക് മരിയ തിയേറ്ററൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മാതാ ഏജൻസീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഞാനിന്ന് വേറെ തിരിക്കുന്ന ഈ ഒരു കോട്ട് സെറ്റ് നമുക്ക് റെഡിമെയ്ഡും സ്റ്റിച്ചിങ്ങും ഇല്ല, ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ. കുറേ പേര് കമൻറ്റായിട്ടും മെസ്സേജായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ് നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞാൻ പുറത്തു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഫാബ്രിക് അവൈലബിൾ ആണ്, റെഡിമെയ്ഡ്സും ഇല്ല. ഈ ഒരു ഫാബ്രിക് മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നോ അല്ലെങ്കിൽ റെഡിമെയ്ഡ്സോ ഇല്ല. ഇത് പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് കുറേ പേര് ചോദിക്കുന്നത്, അതാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫാബ്രിക് ഞാൻ മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കുന്നത്, അല്ലാതെ നമുക്ക് സ്റ്റിച്ചിങ് ഇല്ല. സോ നിങ്ങൾക്ക് ഇത് പാറ്റേൺ ഒക്കെ എടുക്കാമല്ലോ, അത് നല്ല കാണുമ്പോൾ അല്ലേ ഒത്തിരി പേര് പറയാറുണ്ട്, പാറ്റേൺസ് ഒക്കെ ഒത്തിരി പേര് എടുക്കാറുണ്ടെന്ന്. ഞാനിങ്ങനെ സിമ്പിളായിട്ടുള്ള പാറ്റേൺ, വലിയ കാര്യമായിട്ടൊന്നും പാറ്റേൺസ് കൊണ്ടുവരാറില്ല കേട്ടോ. എന്നാലും കുറച്ച് പേർക്കാണെങ്കിലും പാറ്റേൺസ് ഒക്കെ കിട്ടുമല്ലോ. സോ അങ്ങനെ പാറ്റേൺ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കാണിക്കുന്നതാണ്, അല്ലാതെ നമുക്ക് സ്റ്റിച്ചിങ്ങും റെഡിമെയ്ഡ്സും ഇല്ല. ഞാൻ വേറെ ഇരിക്കുന്ന ഫാബ്രിക് നമുക്ക് അവൈലബിൾ ആണ്. കോട്ടൺ ഫാബ്രിക്കിലേക്ക് 56 ഇഞ്ചസ് വിഡ്ത്തിൽ 250 റേഞ്ചിൽ വരുന്ന നല്ല കോട്ടണിൽ പ്രിൻ്റ് വരുന്ന കളക്ഷൻസ് ആണ്. കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഞാൻ ലൂസ് പലാസോ പോലത്തെ ബോട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് പ്ലേറ്റ് പോലെ കൊടുത്തു, ഒരു ചെറിയ ബലൂൺ ഫിറ്റ് പോലത്തെ സ്ലീവ്, അതുപോലെ കോളർ നെക്ക് പാറ്റേൺ ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. സോ ഈ ഒരു പാറ്റേണിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള കുറേ കളക്ഷൻസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഫാബ്രിക് അവൈലബിൾ ആണ്. സോ മിസ്സാക്കണ്ട, വേഗം തന്നെ പർച്ചേസ് ചെയ്തോളാം. ഫസ്റ്റ് തന്നെ നമുക്ക് മൽമൽ ചന്തേരി ഫാബ്രിക്കിലേക്ക് പുതിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മൾട്ടി കളർ എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കും വരുന്നത് നമുക്ക് കുർത്തിയാക്കാനും യോക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ബ്ലൗസിനും നല്ലൊരു മെറ്റീരിയലാണ്. ഇപ്പോൾ നമുക്ക് ഓണമൊക്കെ വരുമല്ലേ, സോ ബ്ലൗസിനൊക്കെ പറ്റുന്ന നല്ല 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 മെറ്റീരിയൽസാണ്. നല്ലൊരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് വന്നേക്കുന്നത്. നമുക്കല്ലാത്ത ഈ വെഡ്ഡിങ് ഈവനിങ്ങിനൊക്കെ നമ്മൾ ഗോൾഡൻ തീമിലൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ ബ്ലൗസ് കൊടുക്കാനും പറ്റിയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്. 405 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നല്ല എലഗൻ്റാണ്. ബ്ലൗസിന് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ, കുർത്തി ഫാബ്രിക്കിനാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് കണ്ടോ, നല്ല രസമുള്ള എംബ്രോയ്ഡറി, സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത മൽമൽ ചന്തേരിയുടെ അതേ റാണി പിങ്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. സോ അങ്ങനെ വരുന്നു. 405 പെർ മീറ്റർ 44 ഇഞ്ചസ് വിഡ്ത്തിലേക്കാണ് ഫാബ്രിക് വരുന്നത്. അതിൻ്റെ നമുക്ക് ടോട്ടൽ 5 ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡ്, ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തേക്കുന്ന അതേ യെല്ലോ. നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു എംബ്രോയ്ഡറി വന്നിട്ട്. കണ്ടോ, ഇത് ഭംഗിയാണ് നോക്കി. 405 ഉള്ളൂ പെർ മീറ്റർ റേറ്റ്. 405 ഈ ഒരു എംബ്രോയ്ഡറി നിങ്ങൾക്ക് വർത്താണ്. കാരണം ഫാബ്രിക്കും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഫംഗ്ഷൻ ആണെങ്കിലും ചില ആളുകൾ കോട്ടൺസ് മാത്രം ആണ് എടുക്കുന്നത്. അതായത് നമുക്ക് ഇറിറ്റേഷൻ ഉള്ളവരുണ്ട് കോട്ടൺ അല്ലാതെ എന്തെങ്കിലും ഇട്ടാൽ. സോ ഇത് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ മലായി ചന്തേരി അല്ല. കുറേ ആളുകൾ തെറ്റിദ്ധാരണ മൂലം മലായി ചന്തേരിയാണെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നുണ്ട്. സോ മലായി ചന്തേരി അല്ല, ഇത് മൽമൽ ചന്തേരിയാണ്. മൽക്കോട്ടനും ചന്തേരിയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. കൂടുതലും കോട്ടൺ ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് കേട്ടോ. പക്ഷേ പ്യുവർ കോട്ടൺ മീൻസ് ഫുള്ള് കോട്ടൺ അല്ല, ചന്തേരിയുടെ മിക്സ് ഉണ്ട്. ഇങ്ങനെ വരും. നല്ല രസം, യെല്ലോ ഭയങ്കര ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി, ഭയങ്കര രസമുണ്ട് ആ കോമ്പിനേഷൻ കാണാനായിട്ട്. ഇങ്ങനെ വരും. സോ നമുക്ക് യെല്ലോയുടെ പ്ലെയിൻ ഫാബ്രിക് അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും പ്ലെയിൻ ഫാബ്രിക് ഇല്ല കേട്ടോ. യെല്ലോയുടെ പ്ലെയിൻ ഫാബ്രിക് ഉണ്ട്. 190 പെർ മീറ്ററിലാണ് വന്നേക്കുന്നത്. 44 ഇഞ്ചസ് വിഡ്ത്ത്. ദുപ്പട്ടയാക്കാൻ അതായത് നമുക്ക് ബോട്ടത്തിന് സെയിം എടുത്തിട്ട് ലൈനിങ് കൊടുത്താലും കുഴപ്പമില്ല. കാരണം എല്ലാം റെയർ ഷെയ്ഡ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു യെല്ലോ കറക്റ്റ് കിട്ടണമെങ്കിലേ ഈ പ്ലെയിൻ ഫാബ്രിക് എടുത്താലും നല്ലതായിരിക്കും കേട്ടോ. സോ ഇങ്ങനെ വരും. നെക്സ്റ്റ് റെഡ്, അടിപൊളിയായിട്ടുള്ള ഭയങ്കര ഒരു ഭംഗിയുള്ള റെഡാണ് കേട്ടോ. ചില്ലി റെഡും അല്ല, ബ്ലഡ് റെഡും അല്ല, നല്ല ഭംഗിയുള്ളൊരു റെഡാണ്. ഒത്തിരി ഡാർക്കും അല്ല, ഡാൾ കളറും അല്ല. നല്ല രസമുള്ള, നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കി നടക്കുന്ന ഒരു റെഡ് ഉണ്ടല്ലോ. സോ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. നമ്മളിങ്ങനെ നോക്കി കിടക്കുന്ന ഒരു ടൈപ്പ് റെഡാണ്. ഇങ്ങനെ വരുന്നു. റെഡിലേക്കും ആ എംബ്രോയ്ഡറി വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല രസമുണ്ട്. 405 നിങ്ങൾക്ക് വർത്തായിട്ടുള്ള ഫാബ്രിക്കാണ്. ആൻഡ് അതിൻ്റെയും പ്ലെയിൻ ഫാബ്രിക് നമുക്ക് അവൈലബിൾ ആണ്. മൽമൽ ചന്തേരി തന്നെ പ്ലെയിൻ ഫാബ്രിക്. ആൻഡ് ഈ ഫാബ്രിക്കിന് ഭയങ്കര നല്ല റിവ്യൂസ് നമുക്ക് കിട്ടിയേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫാബ്രിക്കിൽ തന്നെ വീണ്ടും വീണ്ടും ഓരോ ഡിസൈൻസ് കൊണ്ടുവരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്.
പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ്. 190 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിഡ്ത്ത്. എംബ്രോയിഡറി ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് 405 പെർ മീറ്റർ, 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് അവൈലബിലിറ്റി ചോദിക്കുമ്പോൾ എത്ര മീറ്റർ അവൈലബിൾ ആണോന്ന്, അതായത് ഇത്ര മീറ്റർ അവൈലബിൾ ആണോന്ന് ചോദിച്ച് അവൈലബിൾ ആണോന്ന് ചോദിക്കുക. കാരണം നമുക്ക് അവൈലബിലിറ്റി പറയാൻ എളുപ്പമുണ്ട്. കാരണം സൽവാർ ആണെങ്കിൽ അവൈലബിൾ ആണോ നോക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ റണ്ണിങ് ആകുമ്പോൾ എത്ര മീറ്റർ നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ അത്ര അവൈലബിൾ ആണോ എന്ന് പറയാൻ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ അഡ്രസ്സ് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് അഡ്രസ്സ് കറക്റ്റായിട്ട് പിൻകോഡും കോൺടാക്ട് നമ്പറും വെച്ചുകൊണ്ടുള്ള അഡ്രസ്സ് അയക്കണം. നമ്മൾ പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പകുതി പേരുടെ പിൻകോഡ് ഉണ്ടാവില്ല, കോൺടാക്ട് നമ്പർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഡിസ്ട്രിക്റ്റ് ഉൾപ്പെടെ ഒന്ന് അയക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യാനായിട്ടാണെങ്കിലും ആ ഡിസ്ട്രിക്റ്റും ഒക്കെ ഒന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. കാരണം ഒരു പേരിൽ ഒത്തിരി ആളുകളുണ്ടാവും. അപ്പോൾ സ്ഥലപ്പേരിലൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നോക്കി, ഭയങ്കര ഭംഗിയുള്ളൊരു എന്ത് ഷെയ്ഡാണ്, ഒരു പേസ്റ്റൽ ഒരു ഗ്രീൻ ഷെയ്ഡ്. ഭയങ്കര നമുക്ക് കണ്ണിനിങ്ങനെ ഭയങ്കര ഒരു സ്വീറ്റ് കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇങ്ങനെ വരും. പേസ്റ്റൽ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ചെറിയൊരു ഓഷ്യൻ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു മിക്സ് ഉള്ളൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക് വരും. കറക്റ്റ് ഒരു 3-4 ലെയർ പിടിക്കുമ്പോൾ കറക്റ്റ് കളർ കിട്ടുമായിരിക്കും. ഇതെന്താ നല്ല രസമുള്ള പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക് നമുക്കില്ല കേട്ടോ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ടൈമിലൊക്കെ ചെയ്യാറുള്ള നമ്മുടെ പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്ക് ഈ കളറ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽ കുറവായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ കേട്ടോ. ഇങ്ങനെ വരും, നല്ല രസമുണ്ട്. പൗഡർ ബ്ലൂ 405 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിഡ്ത്ത് ഇങ്ങനെ വരും. ഉപ്പട സിൽക്ക് ഫാബ്രിക്കിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് വരുന്ന ഒരു മെറ്റീരിയൽ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയൽ. നല്ല രസമുള്ളൊരു ബിസ്ക്കറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഒരു കറക്റ്റ് ബിസ്ക്കറ്റ് ഷെയ്ഡ് തന്നെയാണ്. നല്ല രസമുള്ള ബിസ്ക്കറ്റ് ഷെയ്ഡിലേക്ക് വൈറ്റ് കളറിൽ ഇത് കണ്ടോ ലീഫിൻ്റെ എംബ്രോയിഡറി കൊടുത്തേക്കുന്നു. നല്ല ഭംഗിയുണ്ട്. സിമ്പിളായിട്ടുള്ള എംബ്രോയിഡറിയാണ്. ഫാബ്രിക് പ്യുവർ ഉപ്പട സിൽക്കാണ്. 395 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിഡ്ത്തിലാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ ദുപ്പട്ട ഡൈ ചെയ്ത് നമുക്ക് ദുപ്പട്ട അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. 2 ദിവസത്തിൽ തന്നെ എത്തും. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയും ബോട്ടം ഡൈ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. കോട്ടൺ ഫാബ്രിക്കിലേക്ക് സെയിം ഷെയ്ഡിൽ തന്നെ ബോട്ടം ഡൈ ചെയ്യാം. അതുപോലെ ദുപ്പട്ട ക്രോഷറ്റ് ലേസ് വരുന്ന ദുപ്പട്ട ഞാൻ വീഡിയോസിലൊക്കെ ഞാൻ വെയർ ചെയ്യാറുണ്ട്, നമ്മൾ ഇടയ്ക്ക് കാണിക്കാറുള്ളതാണ്. സോ ക്രോഷറ്റ് ദുപ്പട്ട 620, 650 ആ റേറ്റിലൊക്കെയാണ് വരുന്നത്. സോ അത് വന്നു കഴിയുമ്പോൾ ഞാൻ ഇൻഫോം ചെയ്യാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇത് ദുപ്പട്ട ഡൈ ചെയ്യണമെങ്കിലും ഇതിൻ്റെ ഒപ്പം തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. ബോട്ടം കോട്ടൺ ഫാബ്രിക്കിലേക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ല, അല്ലെങ്കിൽ പാൻറ്റും ഷോളും കിട്ടാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ. സോ അങ്ങനെ വരും. 395 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിഡ്ത്ത്, പ്യുർ ഉപ്പട സിൽക്കിലേക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നു. അടിപൊളി കളറാണ് കേട്ടോ. അങ്ങനെ വരും. നെക്സ്റ്റ് മൽമൽ ചന്ദരിയിലേക്ക് വന്നേക്കുന്ന ഡിസൈൻ കണ്ടോ, നല്ല ഭംഗിയുള്ള മിറർ വർക്ക് വന്നേക്കുന്ന ഒരു ഡിസൈൻ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് ഇത്. നമ്മളിതിന് മുന്നേ കോറ ഫാബ്രിക്കിൽ കോറ ഷെയ്ഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അന്ന് കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഈ സെയിം പാറ്റേൺ അല്ല, അന്ന് ബൂട്ടാസ് പോലെയായിരുന്നു. ഇത് സ്ട്രൈപ്സ് പോലെ താഴോട്ട്. അടിപൊളി ഫാബ്രിക്കാണ് കേട്ടോ. നമുക്ക് ഓണം വരുവാണ്. സോ ആ ഒരു ടൈമിലേക്ക് ബ്ലൗസിനൊക്കെ എടുക്കാൻ നല്ലതാണ്. അതുപോലെ കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനും യോക്ക് കൊടുത്തിട്ട് പ്ലെയിൻ ഫാബ്രിക്കിൽ അങ്ങനെ നമുക്ക് ആലിയ കട്ടൊക്കെ പോലെ തയ്ക്കത്തില്ല, അങ്ങനെയൊക്കെ കൊടുക്കാൻ നല്ലതാണ്. സിമ്പിളായിട്ട് ഈ ഒരു ഫാബ്രിക് ഫുള്ള് ടോപ്പ് അടിച്ചാലും ഭയങ്കര രസമാണ്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഒരു ഷെയ്ഡാണ് ഇന്ന് വീഡിയോയിൽ വെയർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയില്ല. ഞാൻ പുതിയ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ ഇട്ട് കാണിക്കാറുണ്ടല്ലോ, പക്ഷേ ഇന്ന് എനിക്ക് തയ്ച്ച് കിട്ടിയില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ കളേഴ്സാണ് ഏറ്റവും അടിപൊളി. അടിപൊളി അടിപൊളി കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇത് കണ്ടോ, ഇത് വരുന്ന ഒരു മെഹന്തി ഗ്രീനും പാരറ്റ് ഗ്രീനും മിക്സ് ആയിട്ട് വരുന്നൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഇതിൻ്റെ വർക്ക് ക്ലോസ് ആയിട്ട് നോക്കിയോ. ത്രെഡ് വർക്ക് കൊടുത്തിട്ട് മിറർ, റിയൽ മിറർ അല്ല കേട്ടോ, മിറർ വർക്ക് കൊടുത്തിട്ട് അതിനെ ഒന്ന് ത്രെഡും കൊണ്ട് കവർ ചെയ്തേക്കാണ്. ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരും. പിന്നെ ത്രെഡ് വർക്ക് മാത്രം, പിന്നെ കുറച്ച് പോയിട്ട് മിറർ മാത്രം. അങ്ങനെ നല്ല രസം. ഭയങ്കര തിളക്കമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തിളക്കമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ തയ്ച്ചിട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ്. നല്ല രസമായിരിക്കും. എനിക്ക് ഉറപ്പുണ്ട് ഇത് കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്ന്. അതിൻ്റെ കളറ് നല്ല ഭംഗിയുണ്ട്. ഒരു പ്രത്യേക ഒരു കളറാട്ടോ ഇത്. ഇതിൻ്റെ നമുക്ക് പ്ലെയിൻ ഫാബ്രിക് മൽമൽ ചന്ദേരിയിൽ 190 പെർ മീറ്ററിൽ വരുന്ന പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ്. ബോട്ടത്തിനൊക്കെ നിങ്ങൾ ഇത് തന്നെ എടുത്തോട്ടോ, കാരണം നല്ല റെയർ കളേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ടോപ്പ് ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 310 പെർ മീറ്റർ, പ്ലെയിൻ ഫാബ്രിക് 190 പെർ മീറ്റർ. അതുപോലെ തന്നെ ലൈനിങ് ഇട്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഒത്തിരി കനമില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, മൽമൽ ചന്ദേരി എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ കനമില്ല. ഇത് കണ്ടോ,
ട്രാൻസ്പെറൻ്റ് അല്ല അങ്ങനെ, പക്ഷേ ലൈനിങ് ഇടുമായിരിക്കും നല്ലത്. സോ പ്ലെയിൻ ഫാബ്രിക് 190, എംബ്രോയിഡറി 310 പെർ മീറ്റർ വരുന്നു. ഇങ്ങനെ വരും. അടുത്ത അതിൻ്റെ ഷെയ്ഡ് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക്, ഭയങ്കര ഭംഗിയുള്ളൊരു പിങ്കാണ്. നല്ലൊരു ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക്. ഇതൊക്കെ 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ വന്നിട്ട്. 2 ദിവസമായില്ല, മിനിങ്ങാന്നാന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് തയ്ച്ച് കിട്ടാത്ത. ഇങ്ങനെ വരും. ഇത് രസമുള്ള ഷെയ്ഡാന്ന് നോക്കി, ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്നു. ഇതിൻ്റെയും പ്ലെയിൻ ഫാബ്രിക് ഉണ്ട്. വേണ്ടോ, പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ്. ദുപ്പട്ടയാക്കാം. എന്നിട്ട് ഈ ഒരു ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു 2 പോർഷനൊക്കെ എങ്ങനെ സ്ട്രൈപ്സ് ഇത് 2 എടുത്തിട്ട് ദുപ്പട്ടയുടെ സൈഡ്സിലൊക്കെ കൊടുത്താലും നല്ല രസമായിരിക്കും. സിമ്പിളായിട്ട് ദുപ്പട്ട ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. 310 പെർ മീറ്റർ എംബ്രോയിഡറി, 190 പെർ മീറ്റർ പ്ലെയിൻ ഫാബ്രിക്. അടുത്ത ഷെയ്ഡ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റെഡാണ് കേട്ടോ. ചില്ലി റെഡും അല്ല, ബ്ലഡ് റെഡും അല്ല, ഇതൊരു സ്പെഷ്യൽ ഒരു റെഡാണ്. ഇതൊരു പീച്ചിഷ് റെഡ് ഉണ്ടല്ലോ, ഒരു ടൊമാറ്റോ ഷെയ്ഡോ, നല്ല ഭംഗിയുള്ളൊരു സ്പെഷ്യൽ റെഡാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട്, ഓഫ് കോഴ്സ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ വരും. സ്റ്റിച്ച് ചെയ്ത് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചേനെ. നല്ല കളേഴ്സാണ്. കളേഴ്സ് ഭയങ്കര രസമാണ് എല്ലാ ഫാബ്രിക്കിലും, കാരണം എല്ലാം അടിപൊളി കളേഴ്സാണ് ഞാൻ എടുക്കുന്നത്. നല്ല രസമുണ്ട്. ആ ഒരു വർക്ക് അതിലേക്ക് വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ബ്ലൗസ് ആക്കാൻ എടുക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഓണത്തിനൊക്കെ സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ നല്ലതാണ്. അല്ലാണ്ട് നമുക്ക് സ്ലിറ്റഡ് കുർത്തി അടിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ വെച്ച് നോക്കി, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ വരും. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ. മൽമൽ ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൽമൽ ചന്തേരിയുടെ നമ്മളിതിന് മുന്നേ കാണിച്ചൊരു ഡിസൈൻ ഉണ്ടല്ലോ, അതിൻ്റെ സെയിം ഫാബ്രിക്കിൽ ഡിഫറെൻറ്റ് ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മൽമൽ ചന്തേരിയാണ് ഫാബ്രിക്. സോ ഇതിൻ്റെ പ്ലെയിൻ റെഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു സ്പെഷ്യൽ റെഡാണ് കേട്ടോ. നമുക്കിങ്ങനെ കാണാൻ ഇഷ്ടമുള്ളൊരു റെഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു റെഡാണ്. സോ ഇങ്ങനെ വരും. 310 ആണ് ഈ ഒരു മിറർ വർക്ക് വരുന്ന മൽമൽ ചന്തേരിയുടെ മീറ്റർ പ്രൈസ് വരുന്നത്. 190 പെർ മീറ്റർ ആണ് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ വരുന്നത്. രണ്ടും 44 ഇഞ്ചസ് ആണ് വിട്ട് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ സെയിം കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല ഭംഗിയുള്ളൊരു ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലേക്കാണ് കേട്ടോ, ഒരു ലെമൺ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരും. നല്ല രസമുണ്ട്. അടിപൊളി കോട്ടൺ ഫാബ്രിക് ആണ്. എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന വിട്ട് കൂടിയ ഫാബ്രിക് ആണ് കേട്ടോ. 56 ഇഞ്ചസ് ആണ് വിട്ട്. നമുക്കൊരു 1.5-1.25 മീറ്റർ ഉണ്ടെങ്കിൽ ടോപ്പ് മാത്രം അടിക്കാം. 3.5 മീറ്റർ ഉണ്ടെങ്കിൽ സ്ലിറ്റഡ് ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ വരും. 250 പെർ മീറ്റർ, 56 ഇഞ്ചസ് വിട്ട്. അടുത്ത ഞാൻ വേറെ തേക്കുന്ന പോലെ തന്നെയുള്ള കോട്ടൺ ഫാബ്രിക് നമുക്ക് കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ളൊരു പ്രിൻ്റ് ആണ്. സിമിലർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് പാരറ്റ് ഗ്രീൻ ആണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ പാരറ്റ് ഗ്രീൻ ഷെയ്ഡ്, അതിലേക്ക് വൈറ്റും പിങ്കും ആണ് അതിൻ്റെ പ്രിൻ്റ് വന്നേക്കുന്നത്. നല്ല രസമുണ്ട്. 56 ഇഞ്ചസ് വിട്ട് തന്നെയാണ്. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. വാഷബിൾ ആണ്. അതുപോലെ 56 ഇഞ്ചസ് വിട്ടുള്ളതുകൊണ്ട് 1.75 അല്ലെങ്കിൽ 1.5 മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ടോപ്പും ബോട്ടവും കൂടെ 3.5 മീറ്റർ ആണ് വേണ്ടത്. എയർലൈൻ ടോപ്പ് ആണെങ്കിൽ 3.25 മീറ്റർ എടുക്കണം, പാൻറ്റിനും ടോപ്പിനും കൂടെ കേട്ടോ. സോ അങ്ങനെ വരും. 250 പെർ മീറ്റർ. നെക്സ്റ്റ് നമുക്ക് പ്രിൻറ്റഡ് കോട്ടൺസ് 44 ഇഞ്ചസ് വിട്ട് 195 പെർ മീറ്ററിലേക്ക് വരുന്ന നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്സ് ആണ്. നല്ല ഭംഗിയുള്ള റെയർ പ്രിൻറ്റുകളിലേക്ക് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ എടുക്കാവുന്ന മെറ്റീരിയലാണ്. ഇത് ബ്ലാക്ക് കളർ, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. ഫ്ലോറൽ പ്രിൻറ്റ്. ഇത് 2.5 മീറ്റർ തന്നെ എടുക്കണം. ഇത് 44 ഇഞ്ചസ് ആണ് വിട്ടുള്ളൂ. ഇങ്ങനെ വരും. നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റാണ്. ബ്ലാക്ക് തന്നെ ബോട്ടം ഇട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഫ്രോക്ക് കോൺസെപ്റ്റിൽ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് കാഷ്വൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തില്ല അതുപോലെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ബോട്ടം ഇട്ട് പെയർ ചെയ്യാം. നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ, പ്യുവർ കോട്ടൺ, 44 ഇഞ്ചസ് വിട്ട് 195 പെർ മീറ്റർ. നെക്സ്റ്റ് അതിൻ്റെ പ്രിൻറ്റ് വന്നേക്കുന്നത് ഇതാണ്. ഡിഫറെൻറ്റ് പ്രിൻറ്റുകളാണ്. നല്ല പാരറ്റ് ഗ്രീൻ കളറിലേക്ക്. പാരറ്റ് ഗ്രീൻ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാന്ന് തോന്നുന്നു. നമ്മൾ കുറേ പാരറ്റ് ഗ്രീൻസ് കൊണ്ടുവന്നല്ലോ. പാരറ്റ് ഗ്രീൻ ലവേഴ്സ് കുറേ പേരുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റിൽ. നല്ല കോട്ടൺ ആണ്. 195 പെർ മീറ്റർ. ഇങ്ങനെ വരും പ്രിൻറ്റ്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ്. നമുക്ക് ഈ കാഷ്വൽ ഡ്രസ്സുകൾ തയ്ക്കാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. ഒരു 3 മീറ്ററൊക്കെ എടുത്ത് ഉടുപ്പ് പോലെയൊക്കെ തയ്ച്ചാൽ നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു റെഡ് ബോട്ടം ഒക്കെ ഇട്ട് കൊടുത്താലും നല്ലതായിരിക്കും. കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും. 4.5 മീറ്റേഴ്സ് വേണം ഇത് കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ. 195 പെർ മീറ്റർ, 44 ഇഞ്ചസ് ആണ് വിട്ട്. നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ട ആ ഒരു പാരറ്റ് ഗ്രീൻ്റെ തന്നെ സെയിം പ്രിൻറ്റ് ബ്ലൂ ഷെയ്ഡിലേക്ക്, നേവി ബ്ലൂ ഷെയ്ഡിലേക്ക്, ഡാർക്ക് നേവി ബ്ലൂ. കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ.
സിമ്പിളായിട്ട് നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. അങ്ങനെ വരും. ഞാനിപ്പോൾ വേറെ തേക്കുന്ന പോലത്തെ കണ്ടോ, ഇതുപോലത്തെ ഒരു കോളറിനേക്കൊക്കെ കൊടുത്തിട്ട് സിമ്പിളായിട്ട് ഇതുപോലത്തേക്ക് ഒരു സ്ലീവൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ നല്ല രസമായിരിക്കും ഇത് കാണാൻ. 195 per meter, 44 inches വിഡ്ത്ത്. നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല രസമുള്ളൊരു ബ്ലാക്ക് ആൻഡ് ബേജ് കളറിലേക്ക്, നല്ല രസമുണ്ട് കാണാൻ. ഇത് കോട്ട് സെറ്റിന് 4.5 മീറ്റർ എടുത്തോട്ടോ, നല്ല രസമുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെ വെയർ ചെയ്താലും മതിയാവും. അങ്ങനെ വരും. നല്ല രസമുള്ള പ്രിൻറ്റുകളാണ്, നമ്മളധികം അങ്ങനെ കാണാത്ത ടൈപ്പ് പ്രിൻറ്റുകളാണ്. 195 per meter, 44 inches വിഡ്ത്ത്. നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. ബോട്ടം വിത്തൗട്ട് ലൈനിങ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. ഇത് നമ്മൾ ആദ്യം കണ്ട ബ്ലാക്കിൻ്റെ തന്നെ സെയിം പ്രിൻ്റ് യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്നു. ഇങ്ങനെ വരും. നല്ല രസമുള്ള പ്രിൻ്റ് കേട്ടോ. നല്ലൊരു നമ്മളിങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഓർക്കും ആഗ്രഹിക്കുന്ന ടൈപ്പ് ഇങ്ങനത്തെ പ്രിൻറ്റുകളാണല്ലോ എന്ന്. കാരണം നമ്മളിങ്ങനെ റെഡിമെയ്ഡ്സിലൊക്കെ ഇങ്ങനെ ഓരോ ഫോട്ടോസിലൊക്കെ കാണുമ്പോഴേ അങ്ങനെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന ടൈപ്പ് നമുക്ക് കസ്റ്റമൈസ്. എനിക്ക് പേഴ്സണലി റെഡിമെയ്ഡ് എടുക്കണേക്കാളും സ്റ്റിച്ച് ചെയ്യിക്കുന്നതാണ് കേട്ടോ. ഞാൻ പണ്ട് മുതലേ അതെ, റെഡിമെയ്ഡ്സ് എനിക്ക് വളരെ കുറവാണ്. സ്റ്റിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ ഫാബ്രിക്സ് കിട്ടിയായിരുന്നെങ്കിൽ ഞാനിങ്ങനെ റെഡിമെയ്ഡ്സ് കാണുമ്പോൾ ഓർക്കാറുണ്ട്. നമ്മുടെ നെക്കും നമ്മുടെ പാറ്റേൺസും ഷേപ്പിനും അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാമല്ലോ. സോ അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. നല്ല രസമുള്ള പ്രിൻറ്റുകളാണ്. ഇങ്ങനെ വരും. നല്ലൊരു യെല്ലോ മൾട്ടി കളർ പ്രിൻറ്റ്, 195 per meter, 44 inches വിട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അടിപൊളി കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരും വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാൻ കുറച്ച് ഡിലേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ഓർഡേഴ്സ് എല്ലാം മൺഡേ ട്യൂസ്ഡേ ആയിട്ടാണ് അയക്കുകയുള്ളൂ. മാക്സിമം മൺഡേ തന്നെ അയക്കാൻ നോക്കും. തിരക്ക് ഒത്തിരി ഓർഡേഴ്സും കാര്യങ്ങളും മൺഡേ, ചിലപ്പോൾ മൺഡേ നമുക്ക് തിരക്കുള്ള ദിവസം, മൺഡേ സാറ്റർഡേ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ തിരക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ ഡിലേ വരും നമുക്ക് പാക്കിങ്ങിനും കട്ടിങ്ങിനും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് അയക്കണതിൻ്റെ ബുദ്ധിമുട്ടും കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരാൾ തന്നെ നമ്മളൊരു 4-5 ഡിസൈൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ 5 ഡിസൈൻസിൽ നിന്നും എടുക്കുന്നവരുണ്ടാവും. കാരണം ഒരുമിച്ച് ഒറ്റ ഷിപ്മെൻറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഓരോരുത്തരുടെ സോർട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത്ര മീറ്റർ എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്ത് തെറ്റിപ്പോകാതെ നിങ്ങൾക്ക് അയക്കണ്ടേ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് മൺഡേ ട്യൂസ്ഡേ ആയിട്ടാണ് ഡിസ്പാച്ച് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.